ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷെറിൻ. ഇന്ന് നമ്മൾ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 35 കിലോമീറ്റേഴ്സ് ദൂരെയുള്ള ഒരു തൊട്ടിക്കല്ലും ഫോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഷോർട്ട് ഫോം ആയിട്ട് TK ഫോൾസ്. അതിൻ്റെ ഒരു ലോക്കൽ കൊളോക്കിയൽ പേര് പറഞ്ഞത് എങ്ങനെയാണെങ്കിൽ സ്വർണ്ണമുഖി, അതായത് ഗോൾഡൻ ഫേസ് ഫോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോളിലേക്കാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് ജസ്റ്റ് 35 കിലോമീറ്റേഴ്സ്. ഐ എം റിയലി സൂപ്പർ എക്സൈറ്റഡ്. എന്താ കാരണം വെച്ചാൽ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഒരു ഹൈഫൈ മെട്രോപൊളിറ്റൻ ഫുൾ ബിസി സിറ്റി. ആ സിറ്റിയിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ പോയാൽ യു ആർ ഇൻ ടു എ ഡീപ്പ് നേച്ചർ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ മാപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ റോഡ്, കനകപുര ആ റൂട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും അവിടെ പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ടൈം. കം ഫോളോ us. നമ്മളിപ്പോൾ സിറ്റിയുടെ സെൻറ്ററിൽ നിന്ന് തുടങ്ങുകയാണ്. ഇത് സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് ഓട്ടോണമസ് ആണ്. ഇത് ബ്രിഗേഡ് റോഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോൾ ഓഡോമീറ്റർ ഞാനിപ്പോൾ 0 ആക്കി. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ഡിസ്റ്റൻസ് ആണെന്ന്. മാപ്പിൽ ഞാൻ TK ഫോൾസിൻ്റെ ഡെസ്റ്റിനേഷനും അടിച്ചിട്ടുണ്ട്. TK ഫോൾസ് ഓക്കെ. ഇപ്പോൾ ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് കാണിക്കുന്നത് എത്രയാണെന്ന് വെച്ചെങ്കിൽ മണ്ണാർക്കാട് എത്താൻ 1.5 കിലോമീറ്റർ മുമ്പ് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നമ്മൾ റൈറ്റ് എടുക്കുകയാണ് ചെയ്യണേ. ഈ പറഞ്ഞ TK ഫോൾസ് ഇല്ലെങ്കിൽ സ്വർണ്ണമുഖി എന്ന് പറഞ്ഞ ഫോൾസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ സിറ്റിയിൽ നിന്ന് മാറി ഒരു ഗ്രാമത്തിലൂടെ പോണ ഒരു പ്രതിനിധിയാണ്. നമ്മൾ ഗ്രാമത്തിലൂടെയാണ് പോണേ. ഓഡോമീറ്റർ കാണിക്കുന്നത് 18.6 കിലോമീറ്റർ എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞ ഡിസ്റ്റൻസിന് ഇനി കുറച്ചുകൂടി പോവാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ചുറ്റും ഇതൊക്കെ ബന്നാർഘട്ടയുടെ ഒരു ബാക്ക് സൈഡ് എന്ന് തന്നെ പറയാം. രാത്രി ഇവിടെ ആനകളൊക്കെ നടക്കുമെന്നൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെയൊക്കെ ഒരു അഭിപ്രായം. ആനകളൊക്കെ വന്ന്, കാരണം കാടിന് അടുത്തുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ TK ഫോൾസിലേക്കാണ് പോണേ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് വിശ്വസിക്കാം. കാരണം ഞാൻ റിയലി എക്സൈറ്റഡ് ആണ്. കാരണം എന്തെന്നാ പറയാ നമ്മൾ ഈ സിറ്റി, ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് ഒരു അത്ര ഹൈഫൈ സിറ്റിയാണ്. ആ സിറ്റിയിൽ നിന്ന് ജസ്റ്റ് ഒരു 30 കിലോമീറ്ററിലൊരു വാട്ടർഫാൾ എന്ന് പറയുമ്പോൾ റിയലി ഞാൻ എക്സൈറ്റഡ് ആണ്. കുറച്ച് വണ്ടികളൊക്കെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. എന്തായാലും ഇതൊക്കെ ടൈഗർ സഫാരിയുടെ ഒക്കെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരിക. നമുക്കൊന്ന് പോയി നോക്കാം. ബന്നാർഘട്ടയുടെ ഒക്കെ ബാക്ക് സൈഡാണിത്. നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു കാട് ഏരിയ ആയിട്ട് തന്നെ വരാം. കണ്ടില്ലേ, ഇത് ടൈഗർ റിസർവ് സഫാരിയുടെ ഒക്കെ ഏരിയ ആണ്. ഇതൊരു ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ കാണാം ഇങ്ങനെ എലിഫൻറ്റ് ക്രോസിംഗ് എന്നുള്ളൊരു ബോർഡൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ പോണത് ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. ഫോറസ്റ്റ് ഏരിയയിലാണ് പോണത് നമ്മൾ. അപ്പോൾ ഇതിലെന്താ അവർ പറയണതെന്ന് വെച്ചെങ്കിൽ എലിഫൻറ്റ് ക്രോസിംഗ്, ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉണ്ടെന്നാണ്. അപ്പോൾ കോഷ്യസ് ആയിട്ട് പോകണം എന്നാണ് പറയണത്. അപ്പോൾ വല്ല ആനിമൽസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് പോകണം. നോ സ്റ്റോപ്പിംഗ്. ഇവിടെ വണ്ടി നിർത്തരുത്, ഒരു കാരണവശാലും നിർത്തരുത്. ഇതൊരു റിയൽ ഫോറസ്റ്റ് തന്നെയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ആകെ ഒരു എൻ്റെ ഓഡോമീറ്റർ കാണിക്കുന്ന പോലെ ഒരു 21 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇവിടെ സൈഡിൽ ഇലക്ട്രിക് ഫെൻസൊക്കെ കാണാം. ഈ ഇലക്ട്രിക് ഫെൻസൊക്കെ എന്ന് പറയുന്നത് ആനകളോ ആനിമൽസോ റോഡിലോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇട്ടേക്കുന്ന ഫെൻസുകളാണ്. ഇവിടെ ബിവെയർ ഓഫ് വൈൽഡ് ആനിമൽ ക്രോസിംഗ്, അതായത് ടൈഗറോ ലെപ്പേർഡോ
ഇല്ലെങ്കിൽ എലിഫൻറ്റോ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവുന്നതും കോഷ്യസ് ആയിട്ട് പോകണം. നോ സ്റ്റോപ്പിംഗ്, അറ്റ് എനി കോസ്റ്റ് നോ സ്റ്റോപ്പിംഗ്, അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. ഇവിടെ സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് അറ്റാക്കുന്നത്. ഡ്രൈവ് വിത്ത് കെയർ, കോഷൻ, വൈൽഡ് ലൈഫ് ക്രോസിംഗ്. ഭാഗ്യമുണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല ആനിമലെ നമുക്ക് സ്പോട്ട് ചെയ്യാം. ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് കോഷ്യസ് ആയിട്ട് തന്നെ പോയി നമ്മുടെ ആ ഫോൾസിലെത്താം. TK ഫോൾസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. ഒരു ആനിമലിനെ സ്പോട്ട് ചെയ്തു, പക്ഷെ അത് നമ്മുടെ നാടൻ പശു ആയിരുന്നു. ഇവിടെയൊക്കെ ശരിക്കും നല്ല റെയിലിംഗ്, നല്ല സ്ട്രോങ് ബാരിക്കേഡ് ഇട്ടേക്കുന്നത്. അപ്പം ആനകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ആനകളൊന്നും ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് വരരുതെന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. ഒരു ലിറ്റർ ഫ്രീ സോണാണ്, പ്ലാസ്റ്റിക്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് വെക്കുന്നത്. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ബന്നാർഘട്ടയുടെ ബാക്ക് സ്കേർട്ടാണ്, ഔട്ട് സ്കേർട്ട് തന്നെ പറയാം, അതായത് ബാക്ക് സൈഡൊക്കെ ആയിട്ട്. ഇവിടെയും ആൾക്കാരുകളൊക്കെ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്നവരുണ്ട്. പക്ഷെ എന്നാലും റിസ്ക് എന്ന് പറയാൻ, കാടിൻ്റെ അടുത്തൊരു വീടെന്ന് പറയുമ്പോൾ അടിപൊളിയൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ആനിമൽസ് ഒക്കെ വരിക, രാത്രി ആനിമൽസ് വരിക എന്നുള്ള ആ ഒരു തോട്ടൊക്കെ വരുമ്പോൾ ശരിക്കും കുറച്ച് റിസ്ക് തന്നെയാണ്. പക്ഷെ ഇവിടെ ചെറിയ ചെറിയ ഈറ്ററീസ് ഒക്കെ ഉണ്ട്, ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ. അത് ചെറിയ തട്ടുകട എന്ന് തന്നെ പറയാം, അല്ലാണ്ട് അത്ര വലിയ ഹോട്ടലൊന്നുമല്ല. നമ്മൾ ഏറെക്കുറെ TK ഫോൾസിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ഓൺ ദ വേ ഇതിപ്പോൾ കണ്ടാൽ നമുക്ക് തോന്നില്ലേ ഒരു ബണ്ടാണെന്ന് വിചാരിക്കുക. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് എന്താണുള്ള സംഭവം എന്ന് ഞാൻ ഇപ്പോൾ കയറി കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഒരു മരത്തിൻ്റെ താഴെ ഞാൻ കാറ് നിർത്തി. നമ്മുടെ സുന്ദരിക്കുട്ടി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ തൊപ്പി എടുക്കാനും മറന്നു, തൊപ്പിയും കുടയും എടുക്കാൻ മറന്നു. ഇതിപ്പോൾ ഒരു പോക്കറ്റ് റോഡാണ്, എന്താണെന്ന് നമുക്കറിയില്ല, എന്നാലും കയറി നോക്കാം. ഈശോയേ, ഈശ്വര, കയറാൻ ശക്തി തരണേ. ഇത് കണ്ടോ? ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഈ ബണ്ടിൻ്റെ അപ്പുറത്ത് ഇങ്ങനൊരു വെള്ളം ഉണ്ടാവുമെന്ന്? വെള്ളം കെട്ടി കിടക്കുന്ന ലേക്കാണെന്ന്. കാറ്റ് കാരണം എൻ്റെ വോയിസ് അത്ര ഓഡിബിൾ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. ഒരു നെക്സ്റ്റ് വീഡിയോ ആകുമ്പോഴേക്കും ഒരു മൈക്കൊക്കെ വാങ്ങി അടിപൊളി ക്ലാരിറ്റിയിൽ വരുത്താൻ നോക്കാം. ഇത് കണ്ടോ ലേക്ക്? ബാംഗ്ലൂരിൽ നിന്ന് 25-30 കിലോമീറ്റർ അപ്പുറം ഒരു ലേക്ക്, ഫുൾ നല്ല ക്ലീനായി. പക്ഷെ ഇവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ബിവെയർ ഓഫ് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതിപ്പോൾ ക്രോക്കഡൈലിൻ്റെ ഒക്കെ സ്ഥലമായിരിക്കാം. ക്രോക്കഡൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്നാ പറയാം, ആൾക്കാരും വരാണ്ട് അവരവരുടെ നേച്ചറിൽ അങ്ങനെ ഇരിക്കുന്നത് കാരണം ക്രോക്കഡൈലിന് ഇങ്ങനെ വന്ന് ഇടയ്ക്ക് ഫുഡൊക്കെ വന്ന് അടിച്ചു പോകും. പിന്നെ അതുമല്ല, ഇതിൻ്റെ അപ്പുറം കാണുന്നത് ബന്നാർഘട്ടയുടെ ബാക്കും, പിന്നെ അവിടെ നിന്ന് അപ്പുറം വരണത് എന്താ പറയുക, നമ്മുടെ നാഷണൽ പാർക്കിലേക്കൊക്കെ എത്തുന്ന കാടൊക്കെയാണ്. ഇത് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ബണ്ടിപ്പൂർ, അങ്ങനെ മുതുമലൈ, തമിഴ്നാട് വരെ എത്തും ഈ ബന്നാർഘട്ടയുടെ എക്സ്റ്റൻഷൻ കാട് വഴി, കനക്കപ്പുര ആ ഇത് വഴി. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമനഗരം ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ എന്തായാലും ഈ ലേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് മാപ്പിൽ കാണില്ല, പക്ഷെ എന്നാലും ഒരു സൂപ്പർ സംഭവമാണ്. എന്തായാലും നമുക്ക് ലേക്ക് കണ്ടത് വലിയൊരു സെറ്റപ്പായി. നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനായ TK ഫോൾസിലോട്ട്. ഗൂഗിൾ പറഞ്ഞ വഴി തന്നെ നമ്മൾ ഫോളോ ചെയ്തു. നമ്മൾ കറക്റ്റ് ലൊക്കേഷൻസിലെത്തി. ഇനി നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഒന്ന് നടന്ന് നോക്കണം ഇനി എത്ര ദൂരം ഉണ്ടെന്ന്. ഇവിടുന്ന് ഇനി ഒരു 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത്. ഒരു ട്രെക്കിംഗ് പോലെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രെക്ക് ചെയ്ത് നോക്കാം. ഫൈൻ. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ നോക്കിയ ആൾക്കാർ ഫുൾ 2 വീലേഴ്സും ടെമ്പോ ട്രാവലറും പിന്നെ കാറുകൾ പല സ്ഥലത്തൊക്കെ ആയിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും
നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. നമുക്ക് എന്തായാലും ഇനി പോയി നോക്കാം. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ട്രെക്കിംഗ് ഉണ്ടെന്നാണ് പറയണേ. എന്തായാലും ഞാൻ തൊപ്പിയെടുക്കാത്തത് ഈ കട സർ നമ്മൾ തൊപ്പിയെടുക്കാത്തത് വലിയൊരു പണിയായിപ്പോയി. നല്ല വെയിലാണ്, മഴയൊക്കെ പെയ്യണ പോലെ ഉണ്ടായിരുന്നു രാവിലെ. പക്ഷെ എന്നാലും നോക്കി എത്ര കാറുകളാണ് പാർക്കായേക്കണേന്ന്. നമ്മളിതിൻ്റെ എൻട്രൻസ് വരെ എത്തി. പക്ഷേ ഇവിടെ റോഡ് ഇങ്ങനെ ബ്ലോക്കാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് വേണം പോകാൻ. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ്. ചെറിയൊരു ഡീവിയേഷൻ നമ്മളിങ്ങനെ ജമ്പ് ചെയ്തിട്ട് പോകണം. ലെറ്റ്സ് ജമ്പ്. യെസ്, ചെറിയൊരു ഓഫ് റോഡിങ് അത് ചാടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പാർക്കിങ് കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ സോളോ ട്രാവലേഴ്സും പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വീക്കെൻഡ് ഔട്ടിങ്, അതായത് ഹെവി ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഒരു 25-30 കിലോമീറ്റേഴ്സ്. ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ് ടു ചിൽ ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. വെള്ളത്തിന് ചെറിയൊരു സൗണ്ട് കേൾക്കാം. ഒരു അരുവിയുണ്ട്, ചെറിയൊരു അരുവി പോലെ, ഒരു സ്ട്രീം പോലെ. അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴുന്ന പോലെ ചെറിയൊരു പാറക്കെട്ടൊക്കെ ആയിട്ട് നല്ലൊരു ഇതാ. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ചെറിയൊരു നാരോ ബ്രിഡ്ജ് പോലെ ഉണ്ട്. അപ്പോൾ ആ ബ്രിഡ്ജിലൂടെ നമ്മളിങ്ങനെ കടന്ന് ചെറിയൊരു ഡാം പോലെ, അവിടെ ചെറിയൊരു ഫോൾസ് പോലെ ഉണ്ട്. ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണം. ഈ വെള്ളമാണ് ഫസ്റ്റ് നമ്മൾ കണ്ട അരുവി കൂടെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ എത്തി ഉടനെ ഇവിടെ ചെറിയൊരു അമ്പലം പോലെ ഉണ്ട്. അമ്പലം പോലെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ കയറി പോകണം. ഇവിടെ കുറേ ഫാമിലിക്കാർ വന്നിട്ട് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കണവരുണ്ട്, ഫുഡ് ഉണ്ടാക്കി വന്നിട്ട് ഇരുന്ന് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ നല്ലൊരു ഔട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പോലത്തെ സ്ഥലം. കുറേ ആൾ ടൂറിസ്റ്റൊക്കെ വന്ന് റെസ്റ്റൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ വരുമ്പോൾ 2 വഴിയുണ്ട്. റൈറ്റിലോട്ടും പിന്നെ ലെഫ്റ്റിലോട്ടുള്ള വഴിയുണ്ട്. പക്ഷെ നമ്മൾ പോകേണ്ടത് ലെഫ്റ്റിലോട്ടുള്ള വഴിയാണ്. അത് കുറച്ചൊരു ഓഫ് റോഡിങ് പോലെയാണ് നടന്നു പോകേണ്ടത്. വിൽ ഗോ ആൻഡ് സീ എങ്ങനെയാണെന്ന്. കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ബോർഡൊക്കെ ഉണ്ട് നോ എൻട്രി എന്നൊക്കെ. പക്ഷെ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ കറക്റ്റ് ട്രാക്കിലാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത ഉടനെ ഒരു കിണർ കാണാം. ഒരു പൊട്ടക്കിണറെന്ന് തന്നെ പറയാം. ഒരു വലിയൊരു കിണറാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പൊക്കെ സൂക്ഷിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ നമ്മൾ വീഴും. സൂക്ഷിച്ചിറങ്ങി ഇതാണ് ആ ഒരു പൊട്ടക്കിണർ. ഇതിൽ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ നമ്മൾ കിണറ്റിൽ വീഴാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റെപ്സ് ഉണ്ട്, പക്ഷെ എന്നാലും എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം എന്തായാലും നമ്മൾ കോഷ്യസ് ആയിരിക്കുക. ഈ കിണറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ ഒരു റോഡല്ല ഒരു വഴിയുണ്ട്. ആ വഴി കൂടിയാണ് നമ്മൾ നമ്മുടെ TK ഫോൾസിലോട്ട് പോകുന്നത്.
സൈഡിലൊക്കെ ആൾക്കാർ വെള്ളത്തിൽ കളിക്കുകയാണ്. നമുക്ക് ഫോൾസിൻ്റെ മേലേക്ക് പോകണം. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതൊക്കെ ജസ്റ്റ് വെള്ളം ഒഴുകി വരുന്ന സ്ഥലമാണ്. നമുക്ക് ഇനി പതുക്കെ പതുക്കെ മേലേക്ക് കയറാം. ನಿಮಗೆ ಫಾಲ್ಸ್ ಹತ್ರ ಬಿಡಲ್ಲ, ಹತ್ರ ಕೂಡ ಹೋಗಕ್ಕಾಗಲ್ಲ. ಓ ಇಷ್ಟು ಇಲ್ಲೇ ಲಾಸ್ಟಾ? ಓ ಬೆಳಗ್ಗೆ ಬಂದಿರಿ ಒಂದು 7:30 8 ಗಂಟೆ ಬಂದಿದ್ರೆ ಬಿಟ್ಟಿರೋ ಯಾರು ಇದ್ದಿಲ್ಲ. ഓക്കെ ഓക്കെ. ഓ അവർ പറയണത് ഫോറസ്റ്റുകാരുണ്ടെന്നാണ്. നോക്കണം ബರ್ತದೆ. ഓക്കെ അവിടെ ഫോറസ്റ്റുകാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റുകാരുള്ളത് കാരണം ഫോൾസിലോട്ട് വിടുന്നില്ല. നമുക്ക് എന്തായാലും ഫോൾസിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന സ്ഥലം വരെ പോകാനേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് കണ്ടോ, ഇതാണ് ഫോൾസ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റുകാർ വിടില്ല എന്ന് പറയണത്, ദൂരെ നിന്ന് കാണാൻ പോലും. പക്ഷെ രാവിലെ ഒരു 7:30 8 വരികയാണെങ്കിൽ പോവാം, കാണാമെന്നൊക്കെയാണ് പറയണത്. ഇതാണ് ഫോൾസ്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ മേലേക്കുള്ളതാണ് ഫോൾസ്. നമുക്ക് ചോദിച്ചു നോക്കാം പോലീസിൻ്റെ അടുത്ത്. ಬಿಡಲ್ವಾ ಸರ್? ಬಿಡಂಗಿಲ್ಲ ಸರ್, ಏನು ಕಂಟ್ರೋಲ್ ಮಾಡಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. ನಾವು ಎಷ್ಟು ಹೇಳಿ ಸಾಕಾಗುತ್ತೆ. ಅಲ್ಲಿ ಜಸ್ಟ್ ನೋಡ್ಕಾರು ಬಿಡಲ್ವಾ? ಹೊರಗಡೆನೆ ಬರಂಗಿಲ್ಲ ಸರ್. ಹೋದವ್ರು ಒಬ್ಬ ಬಿದ್ದಾರೆ, ಅದು ಮೊದಲು ಒಬ್ಬರು ಇಬ್ಬರು ಸತ್ತಿದ್ದಾರೆ. ಏನು ಮಾಡಿದ್ರು ಕಂಟ್ರೋಲ್ ಮಾಡಕ್ಕೆ ಆಗ್ತಲ್ಲ ಜನಗಳು. ಓಕೆ ಓಕೆ. ನಾವು ಅದಕ್ಕೆ ಸುಮ್ಮನೆ ಬಿಟ್ಬಿಟ್ಟು ಚಡಪ್ಪ ಬರ ಏನು ಬಡ್ಕೊಂಡು ನಮ್ಮ ಗಂಟ್ಲೆ ಒಣಗೋಯ್ತು, ನೀರು ಕುಡಿಬೇಕು. ಎಷ್ಟು ಅಂತ ಹೇಳ ನಾವು ಬಾ ಆಯ್ತು, ಗಂಟ್ಲೆ ಒಣಗೋಯ್ತಾರೆ, ನೀರು ಇಲ್ಲಿ ಸಾಯಕ್ಕಾಗಲ್ಲ. ಜಸ್ಟ್ ನೋಡ್ಕೊಂಡು ಬರ್ತೀನಿ. ಇದು ಮಾಡ್ರಿ ಒಳಗಡೆ ಹೋಗಿ. ಖಂಡಿತ ಖಂಡಿತ ಮಾಡಿ ಮಾಡಿ ನೋಡಿ ಇಲ್ಲಿ ನಮ್ಮ ಕಷ್ಟ ಹೆಂಗಿದೆ. ശരി ശരി ನೋಡ್ರಿ ಸ್ವಲ್ಪ ಹಂಗೇನೆ. ആ പോലീസുകാർ ക്യാമറ ഉള്ളത് കാരണം കയറിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ജസ്റ്റ് ഫോൾസ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ആക്ച്വലി അവർ കയറാൻ വിടില്ല എന്നാണ് പറയണേ. നമുക്ക് ഫോൾസ് ഒന്ന് സൈഡിൽ നിന്ന് കാണാം. അവർ പറയണത് അവർ ഫോറസ്റ്റുകാർ വിടുന്നില്ല. പക്ഷെ എന്തായാലും നമ്മളൊന്ന് ഇത്രയും ദൂരം വന്നതല്ലേ, നമ്മുടെ ഫ്രണ്ട്സിന് ഇത് കണ്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓ ഇതാണ് ഫോൾസ്. ഇതിപ്പോൾ പൊതുവെ വെള്ളം കുറവാണ്. ഇതിൻ്റെ മേലേക്ക് വഴിയുണ്ട്, പക്ഷെ ആ മേലേക്ക് അവർ വിടില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ആൾക്കാർ സ്ലിപ്പായി പോകണമെന്നൊക്കെയാണ് പറയണേ. അവർ പറയണത് മേലെ നിന്ന് സ്ലിപ്പായി ആൾക്കാർ വീഴുന്നതാണ്. വെള്ളത്തിൻ്റെ സൗണ്ട് കണ്ടില്ല. ഇപ്പം ആക്ച്വലി സീസണല്ല, അത് കാരണം വെള്ളം കുറവാണ്. മഴക്കാലൊക്കെ ആകുമ്പോഴാണ് ഇവിടെ ഫുൾ വെള്ളം സൂപ്പറായിട്ട് വരിക. ഫോൾസിൻ്റെ അടിയിലൊക്കെ അവിടെ ആ വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ പോയി നിൽക്കാൻ പറ്റും. മേലെ നിന്ന് സ്ലിപ്പായാൽ പിന്നെ പിടിക്കാനൊന്നും ചാൻസ് ഇല്ല. താഴെ വന്ന് തല കല്ലിലടിച്ച് വീണിട്ടാണ് ആൾക്കാർ മരിക്കുക. അപ്പോൾ ആൾക്കാരാണ് ഫോറസ്റ്റുകാർ വിടാത്തത്. ഇവിടെയൊക്കെ സ്ലിപ്പാവും. നമുക്കിതിൻ്റെ മേലെ കയറാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മേലെ വരെ എത്തി.
നമുക്ക് ഫോൾസിൻ്റെ മേലെ നിന്ന് പോയി കാണാം. ആക്ച്വലി അവർ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇറങ്ങി നോക്കാം. ഇത് ലേഡീസിനും പിന്നെ വയസ്സായ ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ആർക്കും പോണം ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പോവാവുന്നതൊക്കെ ഉള്ളൂ. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നമ്മളിപ്പോൾ ഫോൾസിൻ്റെ ഒരു ക്ലോസപ്പിലേക്കാണ് പറഞ്ഞത്. ഇറങ്ങുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം, കാരണം ഒരു കല്ല് സ്ലിപ്പായാൽ മതി നമ്മൾ താഴേക്കെത്തും. അപ്പോൾ അത്രയും കോഷ്യസ് ആയിട്ട് വേണം പോവാൻ. Thank you. നമുക്കിനി ടോപ്പിലോട്ട് പോവാം. ഇതിൻ്റെ ഫോൾസിൻ്റെ മിഡായിരുന്നു. യെസ്, നമ്മൾ ടോപ്പ് ഫോൾസിൻ്റെ മേലേക്കാണ് പോകാൻ പോണേ. ഇതും ചെറിയൊരു സൈഡിങ് ആണ്, വെള്ളം ഒഴുകി വരുന്നത് കാണാം. ഇതാണ് നമ്മൾ അവിടെ കണ്ട ഫോളിലാണ്. താങ്ക് യു. വെള്ളം അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് പിന്നെയാണ് ഫോൾസിലോട്ടായിട്ട് ഇങ്ങനെ പോകുന്നത്.
നമ്മൾ ഇനി കുറച്ചുകൂടി മേലേക്കാണ് കയറാൻ പോണത്. ಹಿಂಗೆ ಹೋಗ್ಬೇಕು. ಅದೇ ರೂಟು. ಇಲ್ಲಿ ಚೆನ್ನಾಗಿದೆ ನೋಡಕ್ಕೆ, ನೀರು ಬಂದು ಹರಿಯೋದು. ಆದ್ರೆ ಇಲ್ಲಿಂದ ಫುಲ್ ಸ್ಟೀಪ್ ಡೌನ್ ಕೆಳಗಡೆಗೆ. ವಿ ಕ್ಯಾನ್ ಗೋ ಟು ವೇರ್ ದೇ ಸ್ಟ್ಯಾಂಡಿಂಗ್, ಬಟ್ ಬಿ ವೆರಿ ಕೇರ್ಫುಲ್. നമ്മളിപ്പോൾ ടോപ്പിലോട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ പോകും തോറും നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ സ്ലിപ്പായാൽ സൂക്ഷിക്കണം എന്നാണ് പറയണത്. കാരണം സ്ലിപ്പായാൽ നമ്മൾ താഴേക്ക് എത്തണതിൽ ഒരു സംശയമില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഗ്രാവിറ്റി. കണ്ടോ, നമ്മൾ ഫോൾസിൻ്റെ ടോപ്പിലെത്തി. നമ്മളിപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം നിന്ന പോയിന്റ് അവിടെയായിരുന്നു. അവിടെ നിന്നിട്ടാണ് കണ്ടത്. ഇതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോണത്. മേലെ ഫുൾ ആൾക്കാരുണ്ട്. ഈ ഒരു സ്ഥലത്തു നിന്നാണ് വെള്ളം വരുന്നത്. വെള്ളം വന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കെട്ടി നിന്നിട്ടാണ് വെള്ളം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒഴുകി പോണത്. നമുക്ക് കാണാം ചുറ്റും ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് 35 കിലോമീറ്റേഴ്സ് അവേ ഫുൾ തണുപ്പും നല്ല കൂളായിരിക്കുന്ന സ്ഥലം. ഫുൾ ആൾക്കാരും ടൂറിസ്റ്റും അവരുടെ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കുന്ന സ്ഥലമാണ്. ഫുൾ വെള്ളം. ഞാൻ എന്തായാലും വെള്ളം നനയ്ക്കാനുള്ള പ്ലാനില്ല. ഞാൻ എന്തായാലും അപ്പുറം വരെ പോയി നോക്കിയിട്ട് വരാം. അതൊക്കെ റെയിൻ സീസണിൽ നല്ല രസമായിരിക്കും. ഫുൾ മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വെള്ളം നിറഞ്ഞിട്ടായിരിക്കും. ഇതിപ്പോൾ റെയിനി സീസൺ അല്ലാത്തത് കൊണ്ട് അത്ര വെള്ളമില്ല. പക്ഷെ എന്നാലും ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലെവല് വെള്ളമുണ്ട്. വെള്ളം കുറവാണ്, പക്ഷെ എന്തായാലും റെയിനി സീസൺ കഴിയുമ്പോഴായിരിക്കും ഇതൊരു വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുക. പക്ഷെ എന്തൊക്കെയായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിപ്പോൾ ഇവിടെ ആൾക്കാർ ഇവിടുന്ന് വീണ ഫോൾസിലാണ് ആൾക്കാരിങ്ങനെ താഴെ നിന്ന് കാണുന്നത്. ആ ഫോൾസിലോട്ട് നമ്മൾ ഇനി പോകും തോറും ഡേഞ്ചറാണ്. കാരണം ഇത് സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ ക്യാമറയും ഞാനും ലൈവായിട്ട് താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ആവണതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി ക്യാപ്ചർ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്. ഇതിന് ചുറ്റും ചെടികളൊക്കെയാണ് ഫുൾ. ഇത് ആക്ച്വലി ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ എന്തൊക്കെയായാലും അത്ര വൈകുന്നേരം ആകുമ്പോൾ ആനിമൽസൊക്കെ വരും. അങ്ങനത്തെ എൻ്റെ ഓഡിയോ എത്രത്തോളം ക്യാപ്ചർ ആവുമെന്ന് അറിയില്ല. കാരണം കാറ്റിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട്. പക്ഷെ എന്തൊക്കെ ആൾക്കാർ കൂകണതും പിന്നെ വെള്ളം ഒഴുകി വീണ സൗണ്ടും എന്തൊക്കെയായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു വീക്കെൻഡ്, ഒരു സാറ്റർഡേ അല്ലെങ്കിൽ ഒരു സൺഡേയിലേക്ക് ചിലവാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. ഫോൾസ് കണ്ടോ, വെള്ളം വീണത്. കാല് ചെറുതായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ താഴേക്കെത്തും. സൂക്ഷിച്ച്, കാരണം ഈ പായലൊക്കെ ഉള്ളത് കാരണം വെള്ളം ഇങ്ങനെ സ്ലിപ്പാവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇതിൻ്റെ മേലക്കിന്നില്ല. നമുക്കിനി എന്തെങ്കിലും പതുക്കെ ഇറങ്ങാം താഴേക്ക്. ഓക്കെ.